ഞാൻ ബേസിക് ന്യൂ ബോൺ ഹാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അക്രലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. അക്രലിക് യാണെന്ന് വെച്ചാൽ ഇത് 4 പ്ലേ ആണ്. 4 പ്ലേ ആണ് എങ്ങനെ മനസ്സിലാവില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇതാ ഇതിൽ കണ്ടോ 4 സ്ട്രാൻഡ്സ് ഉണ്ടാവും, കണ്ടോ, ക്ലിയർ ഉണ്ടോ? ഇതാ അതുകൊണ്ടാണ് ഇതിന് 4 പ്ലേ പറയുന്നത്. ഈ 4 പ്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3.2 mm ഹുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 വരെ എടുക്കാം ഈ യാണ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. മാജിക് റിങ് 2 ടൈപ്സ് ഉണ്ട്, 2 മെത്തേഡ് ഉണ്ട്. അതായത് ഫസ്റ്റ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് വെക്കുക, ഇതാ ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക, എന്നിട്ട് ഒരു മടക്കും കൂടി കൊടുക്കുക. അതായത് നമ്മൾ എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. ഇതാ എന്നിട്ട് ഈ വലിയ ടൈലിയാണില്ലേ, ആ യാണിന് ഇതാ ഹുക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതാ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതാ ഇപ്പം മാജിക് റിങ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക, എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിടിക്കുന്നത് ആ ടൈപ്പിൽ പിടിക്കുക. എന്നിട്ട് ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് ഇതാ ചെയിൻ 1 ആൻഡ് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ 2 ചെയിൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ടെങ്കിൽ 1 ചെയിൻ ഇട്ടിട്ട് ചെയ്യുക. ഇനി ഹാഫ് ഡബിൾ ആണെങ്കിൽ 1 ചെയിൻ ഇടുക, ട്രബിളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ചെയിൻ ഇടുക. ഓക്കെ, എന്നിട്ട് ഇതാ യാൺ ഓവർ ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മൾ എടുക്കുന്നത് 12 DC ആണ്. അപ്പം ഈ ചെയിൻ കൗണ്ട് ചെയ്യാൻ പാടില്ല. ഈ ചെയിൻ കൗണ്ട് ചെയ്യാണ്ടാണ് 12 DC ചെയ്യുന്നത്. ഇതാ നോക്കും, യാൺ ഓവർ, ഇൻസേർട്ട് ദ മാജിക് റിങ്, യാൺ ഓവർ, പുൾ ത്രൂ, ഇതാ 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിന് ഫസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലേക്ക് കൂടി എടുക്കുക. ആദ്യം 2 ലൂപ്പ് കിട്ടും, ഒന്നും കൂടി യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലേക്ക് കൂടി എടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് DC, അതായത് ഡബിൾ ക്രോഷ്യ. ഇതേപോലെ 12 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുക്കുക. ഇത് എൻ്റെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇതാ നോക്കുക, 2 3. ഇതേപോലെ നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഞാനിപ്പം 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ യാണിനെ ജസ്റ്റ് ഒന്ന് വലിക്കുക, ഇതാ വലിക്കുക. അതിന് ശേഷം ഇതാ നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 സ്റ്റിച്ചാണിത്, 2 ചെയിനാണിത്. അതിൽ 1 2 സെക്കൻഡ് ചെയിനിൻ്റെ മേലെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. ആ സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് ഇടാവുന്നതാണ്. അത് ഞാൻ സ്റ്റിച്ച് മാർക്ക് എങ്ങനെ ഇടേണ്ടതെന്ന് നെക്സ്റ്റ് മെത്തേഡിൽ പറഞ്ഞുതരാം. ഇതാ എന്നിട്ട് ഈ ടൈല് നല്ലോണം ഒന്ന് വലിച്ചെടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ മാജിക് റിങ്. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്യണമാണ്. ഏത് പാറ്റേൺ കഴിഞ്ഞാലും കട്ട് ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും വലിച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും കട്ട് ചെയ്യുമ്പം ചെയിൻ 1 ഇട്ടതിന് ശേഷം വലിക്കുക. എന്നിട്ട് ഇതാ ഈ ആണ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഇതവിടെ ടൈറ്റായി, കണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് കാണിച്ചു തരാം. പിന്നെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ യാണ് പകുതിക്കുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യൽ, ഇനി എക്സ്ട്രാ യാണ് എങ്ങനെയാണ് ആഡ് ചെയ്യൽ എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തതായതുകൊണ്ട് ഇതിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മളെ യാണ് കഴിയുകയാണെങ്കിൽ, അതായത് ഫിനിഷ് ആവുകയാണെങ്കിൽ, അതായത് ഒരു എക്സ്ട്രാ യാണ് എടുക്കുക വേറെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. ഇതാ ഇതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, കെട്ടിട്ട് കൊടുക്കുക. ഇതാ ആ എൻഡും ഈ ഫസ്റ്റ് എൻഡും തമ്മിൽ ഇതാ ഇതേപോലെ രണ്ടും പിടിക്കുക. ഇതിപ്പോൾ ചെറിയ ടൈലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതാ ഇങ്ങനെ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ നോക്കിട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നോക്കിട്ട് കൊടുത്തിട്ട് ഇതിവിടെ ടൈറ്റായി, കണ്ടോ, വലിച്ചാലൊന്നും വരില്ല. എന്നിട്ട് എന്താ ചെയ്യുക, ഇവിടെ ഓൾറെഡി ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് എൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ലോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൂക്ക് ഉണ്ടാവും എന്തായാലും. ഇതിവിടെ എന്തായാലും ഹൂക്ക് ഉണ്ടാവും. ആ ഹൂക്ക് ഞാൻ വെറുതെ ഇതാക്കി തരാം. ഇവിടെ ഇങ്ങനത്തെ ഒരു ഹൂക്ക് ഉണ്ടാവും, കണ്ടോ. എന്നിട്ട് ഇതിനിങ്ങനെ പിടിച്ചിട്ട് ഇതാ ചെയിൻ 1 ഇടുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിൻ ഇതേപോലെ ആ യാണിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതാ
അതിനെ ഇതിൻ്റെ കൂടെ പിടിച്ചിട്ട് മറിച്ചിട്ട് ചെയ്താൽ മതി. കണ്ടോ? ഇങ്ങനെയാണ് ജോയിൻ ചെയ്യൽ യാണ്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ഇതാ. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടല് അതേപോലെ സ്ലിപ്പ് നോട്ട് ഇടുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ടിതാ വലിയ ടൈലൻഡിന് ഉള്ളിലേക്ക് വലിക്കുമ്പം ഈ ചെറിയ ടൈല് ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമ്മുടെ സ്ലിപ്പ് നോട്ട് കിട്ടി. എന്നിട്ട് 6 ചെയിൻ ചെയ്യുക. ഇതാ 1 2 3 4 5 6 ചെയിൻ ആയതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ചെയിൻ കണ്ട, ആ ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഇതാ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ട്. അതായത് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിലേക്ക് വലിക്കുക. ഇതാണ് നമ്മുടെ ചെയിൻ മാജിക് റിങ്. ഓക്കെ. ഇതിലെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2. ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ച് മാർക്ക് എങ്ങനെ ഇട്ട് കൊടുക്കലെന്ന് വെച്ചാൽ ഇതാ 1 2. ഈ ചെയിനിലാണ് നമ്മൾ ഈ റോ എൻഡ് ചെയ്യുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? മാർക്കർ ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ കൈമേൽ എന്ത് സ്റ്റിച്ച് മാർക്കാണോ ഉള്ളത് അതെടുത്തിട്ട് കൊടുക്കുക. ഇതാ എൻ്റെ കയ്യിലിപ്പോൾ ഇതാ സൂചിയുണ്ട്. ഇതേപോലത്തെ മുട്ട് പിന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ യാൺ വെച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്ക് തന്നെ അവൈലബിൾ ആണ്, അതെടുക്കുക. ഇതാ ഇവിടെ ഇതിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇതാണ് നമ്മുടെ സ്റ്റിച്ച് മാർക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ട ചെയിൻ. ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ? ഇനി നമുക്ക് ഇതാ ഈ ഹോൾ കണ്ടോ? ഈ ഹോളിൻ്റെ ഉള്ളിലാണ് നമ്മൾ 12 DC ചെയ്യേണ്ടത്. അതായത് 1 2 ഇതേപോലെ 12 DC ചെയ്യുക. ഇതാ കണ്ട 12 DC ഇട്ട് ഈ 12 DC ഇട്ടിട്ട് ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് എവിടെ ഇടേണ്ടതെന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തുകൊണ്ട് ശരിക്കും കാണാൻ പറ്റും. കണ്ടോ? ഇവിടെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടത്. കണ്ടോ? ഈ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതാ യാണോ ഹുക്കിനുള്ളിലിടുക. ഇതാ ഹുക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലിട്ട് ഇതാ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതാ 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിലേക്ക് വലിക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ? ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്ക് ഊരിയെടുക്കാം. കണ്ടോ? ഇതാണ് ഫസ്റ്റ് റോ. അതായത് നേരത്തെയും സെക്കൻഡ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ആ ഹോള് നമുക്ക് എപ്പോഴും ടൈറ്റ് ആക്കാൻ കഴിയില്ല. ആ ഹോൾ അത്ര വരെ തന്നെ ഉണ്ടാവും. 6 ചെയിൻ ഇട്ടുകൊണ്ട് അത്ര വലിയ ഹോളായിരിക്കും. നിങ്ങൾക്ക് 5 ചെയിൻ ആണെങ്കിൽ ചെറിയ ഹോളാവേണ്ടെങ്കിൽ 5 ചെയിൻ ഇട്ടിട്ട് ചെയ്യുക. അല്ലെങ്കിൽ 4 ചെയിൻ ഇടുക. അല്ലെങ്കിൽ 3 ചെയിൻ ഇടുക. മനസ്സിലായോ? ഈ ഹോള് വലുതായിരിക്കും. നേരത്തെ ഇട്ട ഹോള് ക്ലോസ്ഡ് ആയിരിക്കും. കണ്ടോ? നമുക്ക് എത്ര വലിച്ചാലും അത് ക്ലോസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഹോള് കാണൂല, ക്ലോസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പ് മെത്തേഡ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ഹോൾ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് റോ നോക്കാം. അതിനു മുമ്പ് നമുക്ക് പാറ്റേൺ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഓക്കെ. അതിനിത് ഒരു ബുക്കും പെന്നും എടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്തത്? ആദ്യം ഇവിടെ എഴുതി വെക്കുക എന്താ ചെയ്യുന്നതെന്നുള്ളത്. ന്യൂ ബോൺ ഹാറ്റാണ് ചെയ്യുന്നത്. ന്യൂ ബോൺ ഹാറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ഇതാ അതിനു മുമ്പ് എന്തെല്ലാണ് നമ്മൾ ഇവിടെ ഷോർട്ട് നെയിം എഴുതുന്നത് അതിൻ്റെ ഫുൾ നെയിമും ഇവിടെ എഴുതി വെക്കുക. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? മാജിക് റിങ്ങിന് MG എന്നാണ് ഷോർട്ടിൽ പറയുന്നത്. അപ്പം മാജിക് റിങ് എന്ന് എഴുതുന്നത് ഷോർട്ട് നെയിം എഴുതുമ്പോൾ മേലെ MG എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും കൂടി എഴുതും. അപ്പം വേഗം നമുക്ക് മനസ്സിലാവും. മാജിക് റിങ് MG ആണ് ചെയ്തത് ഫസ്റ്റ്. അതായത് മാജിക് റിങ് ചെയ്തു. അതിന് ശേഷം എന്താ ചെയ്തത്? ചെയിൻ 2 ഇട്ടു. ചെയിൻ 2 CH എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. ചെയിൻ സ്റ്റിച്ച്. ഓക്കെ. ചെയിൻ 2 ഇട്ടു. അതിന് ശേഷം
12 ഡി സി ആണ് നമ്മൾ ചെയ്തത്. ഡി സി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് എഴുതുക. ഡി സി ഇസ് ഇക്വൽ ടു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഡി സി ടു എന്നിട്ട് എന്താ എഴുതിയ സ്ലിപ്പ് സ്റ്റിച്ച്. SLST എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എഴുതുക സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ചെയ്തു. അപ്പം നമുക്ക് എത്ര സ്റ്റിച്ചസ് അതിൽ കിട്ടി? 12 കിട്ടി. ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ചെയ്യാം. സെക്കൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വേണമെങ്കിൽ നമുക്ക് R1 ഇട്ട് കൊടുക്കാം. R1 എന്ന് വെച്ചാൽ R എന്ന് വെച്ചാൽ റോ ഓർ റൗണ്ട് അങ്ങനെ പറയാം. ഓക്കെ, R1 എന്ന് പറയാം, റോ 1. ഓക്കെ, ഇനി നമുക്ക് R2 ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അപ്പം റൗണ്ട് 2 അതായത് റോ 2 എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2. നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് ഇടണമെങ്കിൽ ഇവിടെയാണ് സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഒന്നും കൂടി സ്റ്റിച്ച് മാർക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ചെയിൻ 2-ൽ സ്റ്റിച്ച് മാർക്ക് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി സെക്കൻഡ് റോയിൽ ഈ 12 സ്റ്റിച്ചസിനെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻക്രീസിങ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഇതിനെ വലുതാക്കുന്ന അർത്ഥം. അതായത് എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഈ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യൂല. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച്. ഓക്കെ, അതിലേക്ക് 2 DC ഇടുക. ആയിക്കോ 1 and 2. ഒരു ഡി സിയിൽ നമ്മൾ 2 ചെയിനാണ് ഇട്ട് കൊടുത്തത്. 2 DC ആണ് ഇട്ട് കൊടുത്തത്. മനസ്സിലായോ? ഒരു ഡി സിയിൽ 2 DC ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയിൻ ഇതാണ്. അതിൽ നെക്സ്റ്റ് DC ആണ്. ഡി സിൻ്റെ മേലുള്ളതിന് അടുത്തതിലും അതേപോലെ 2 DC ഇട്ട് കൊടുക്കുക. 1 2 കണ്ടോ? അതുപോലെ തന്നെ അടുത്ത ഡി സിയിലും അതുപോലെ തന്നെ 2 DC ഇട്ട് കൊടുക്കുക. 1 2. ഇതേപോലെ 12 DCയിലും 2 DC വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ കാണാം. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് 24 DC കിട്ടണം. ഇല്ലെങ്കിൽ എവിടെയോ ഏതോ സ്റ്റിച്ച് വിട്ടിന്ന് അർത്ഥം. അപ്പോൾ 24 DC ഉണ്ടോയെന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതെൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. 12 എങ്ങനെ ഇട്ടത്? 1 2 ഇട്ടു. എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്ക് ഇട്ടെടുത്ത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്റ്റിച്ച് ഇടുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ആ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യും. കണ്ടോ? ഇനി ഇതെന്താ ചെയ്തെന്നുള്ളത് നമുക്ക് പാറ്റേൺ എഴുതി വെക്കാം. നോട്ട് എടുക്കാം. റോ 2 ഓർ റൗണ്ട് 2. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? 2 ചെയിൻ ഇട്ടു, CH2. എന്നിട്ട് എന്താ ചെയ്തത്? ബ്രാക്കറ്റിൽ ഇൻക്രീസ് INC എന്ന് പറയും ഇൻക്രീസിന്. അപ്പോൾ ഇവിടെ എഴുതുക INC എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് INC 12 DC. അതായത് 12 DCനെ ഇൻക്രീസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻറ്റു 12. നമ്മൾ 12 ടൈംസ് അല്ലേ അത് ചെയ്തത്, അതുകൊണ്ടാണ് ഇൻറ്റു 12 എന്ന് എഴുതിയത്. മൾട്ടിപ്പിൾ 12 സ്ലിപ്പ് സ്റ്റിച്ച് എന്നിട്ട് ഇവിടെ എഴുതുക ലാസ്റ്റ്. അപ്പോൾ എത്ര സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയത്? 12 + 12 എത്ര? 24 സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണോ? ഈ ഇൻക്രീസിങ് എന്ന് പറഞ്ഞത് എന്താണെന്നും കൂടി എഴുതുക. അതായത് 1 DC in 2 DC. അതായത് 1 DCൻ്റെ മേലെയാണ് നമ്മൾ 2 DC ഇടുന്നതിനാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നതും കൂടി ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അത് വേഗം കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് റോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തേർഡ് റോ എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ 2 ചെയിൻ ഇടുക. 1 2 ചെയിൻ ഇട്ടിട്ട്
ഈ ചെയിൻ കൗണ്ട് ചെയ്യേണ്ട. ഇത് നമ്മുടെ ഫസ്റ്റ് ഇട്ട ചെയിനാണ്, 2 ചെയിനാണ്. ഇതാണ് ഫസ്റ്റ് DC. അപ്പോൾ അതിലേക്ക് ഇതാ 1 DC ഇട്ട് കൊടുക്കുക. 1 DC ഇട്ട് കൊടുത്ത്, അതായത് ഇൻക്രീസിങ് ചെയ്യേണ്ട. നെക്സ്റ്റ് DCയിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. അതായത് അതിലെത്ര DC ഇട്ട് കൊടുക്കുക? 2 DC ഇട്ട് കൊടുക്കുക. 1 2. മനസ്സിലായോ? ഇനി പാറ്റേൺ വരുന്നത് 1 2 1 2, അതായത് 1 ഇൻക്രീസ് ചെയ്യാണ്ട് രണ്ടാമത്തത് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ആ പാറ്റേണിലാണ് വരുന്നത്. ഇതാ ഇൻക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? ഇൻക്രീസിങ് ചെയ്യാണ്ട് 1 DC. അടുത്ത എന്താ വരുന്നത്? 2 DC. 1 സെയിം സ്റ്റിച്ചിൽ തന്നെ 2 DC ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇതേപോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പം ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 DC ആണ് കിട്ടൽ. അതായത് ഇവിടെ ഫസ്റ്റ് 1 DC ചെയ്തുകൊണ്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് 2 DC ആണ് കിട്ടൽ. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. ഇതെൻ്റെ ലാസ്റ്റായി. ലാസ്റ്റ് 2 സ്റ്റിച്ച് ഉണ്ട്. അവിടെ എന്താ വരുന്നത്? ഇതാ 1. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസിങ് 2 DC. 1 2. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അതെവിടെയാണ്? 1 2. ഇതാണ് എൻ്റെ സെക്കൻഡ് ചെയിന്. ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതാ ഫസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യുക. അപ്പം ഇതിൽ എത്ര സ്റ്റിച്ച് ഉണ്ടായിരിക്കണം? നേരത്തെ നമുക്ക് കിട്ടിയത് 12 24. ഇവിടെ എത്ര ഉണ്ടായിരിക്കണം? 24 + 12 48 സ്റ്റിച്ച് ഉണ്ടായിരിക്കണം. അതെപ്പോഴും കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ കിട്ടുന്നില്ലെങ്കിൽ ആദ്യം അഴിച്ചിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പാറ്റേൺ എഴുതുന്നത് നോക്കാം. സോറി, ഞാൻ കൗണ്ട് ചെയ്ത് തരാം. 36 കിട്ടില്ല കേട്ടോ, 48 എന്നാണ് തോന്നുന്നു പറഞ്ഞത്. ഓക്കെ, അത് ഇതാ നോക്കിക്കോ. ഇനി നമുക്ക് റോ 3 എന്താ ചെയ്തത്? ചെയിൻ 2 ഇട്ടു. എന്നിട്ട് എന്താ ചെയ്തത്? ഫസ്റ്റ് 1 DC, 2 DC. 2 DC എന്ന് വെച്ചാൽ താഴെ എഴുതുക. ഇൻക്രീസിങ് എന്നാണ് 2 DC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്തത്? എത്ര ടൈംസാണ് അത് ചെയ്തത്? ഇൻറ്റു 12 ടൈംസ്. എന്നിട്ട് എന്താ ചെയ്തത്? സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. അതിലെത്ര സ്റ്റിച്ചസ് ആണ് വരുന്നത്? കൗണ്ട് ചെയ്യുമ്പം എത്ര? 36. ഓക്കെ, ഇപ്പം ഞാനിവിടെ 12 DC ചെയ്തതുകൊണ്ടാണ് ഇതെല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് 24 ആണെങ്കിൽ 24ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മൊത്തം വരുന്നത്. ഇവിടെ 6 ആണ് ഇടുന്നുണ്ടെങ്കിൽ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും മൊത്തം വരുന്നത്. ഓക്കെ ആണോ? അതായത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ന്യൂ ബോൺ സൈസ് ആണെങ്കിൽ ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് വലിയ അഡൾട്ട് വലിയ ഏജ് എല്ലാം ആണെങ്കിൽ ഇവിടെ 24 എടുത്തിട്ട് അതങ്ങനെ ഇൻക്രീസിങ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റോ നോക്കാം. നെക്സ്റ്റ് 4th റോയാണ്. 1 2 3 4. 4th റോ അതേപോലെ തന്നെ ചെയിൻ 2 ഇടുക. 1 2 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇതാ ഇത് ചെയിൻ സ്റ്റിച്ചാണ്. ഇതൊരിക്കലും കൗണ്ട് ചെയ്യേണ്ട. നെക്സ്റ്റ് ആണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് DC. ഇതാ ഞാൻ ഓവർ ചെയ്തു. ഇതാ ഫസ്റ്റ് DCയിൽ ഇട്ടു. എന്തായിട്ടുണ്ട്? ഇൻക്രീസിങ് ചെയ്യാണ്ട് 1 DC, നെക്സ്റ്റും 1 DC. നെക്സ്റ്റാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. കണ്ടോ? 2 DC. മനസ്സിലായോ? ഇതാ ഇവിടെ 1 ടൈംസാണ് ഇൻക്രീസിങ് ചെയ്യാണ്ട് സെക്കൻഡ് ചെയിനിൽ ഇൻക്രീസിങ് ചെയ്തത്. ഇവിടെ 2 ടൈംസ് ഇൻക്രീസിങ് ചെയ്യാണ്ട് തേർഡിലാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്. മനസ്സിലായതാ? ഒന്നും കൂടി കാണിച്ചു തരാം. 1 DC, 1 DC ആൻഡ് 2 DC. കണ്ടോ? ഇതേപോലെ ഇൻക്രീസിങ് എല്ലാം ഒരേ ലെവലിലായിരിക്കും വരുത്തുണ്ടാവുക. കണ്ടോ? 1 1 ഒരേ ലെവല്, ഇൻക്രീസിങ് ലെവല് ഒരേ ലെവൽ. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ മനസ്സിലാവും. അതുപോലെ കൗണ്ടും ശരിക്കും നോക്കുക. ഇത് സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടും. ഓക്കെ, അപ്പം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇതെൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തി. ഇതാ അതേപോലെ 3 സ്റ്റിച്ചാണ് ലാസ്റ്റ് ബാക്കി. ഇതാ
1 1 and 2 2DC ഇടുക. 1 2DC. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ 2 ചെയിൻ ഇവിടെ ഉണ്ട്. ആ 2 ചെയിനിൻ്റെ ഫസ്റ്റ് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതിന് നമുക്ക് പാറ്റേൺ എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇതാ റോ 4 ആണ് ഇപ്പോൾ ചെയ്തത്. അതുപോലെ തന്നെ ചെയിൻ 2 ഇടുക. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താ നമ്മൾ ചെയ്തത്, ബ്രാക്കറ്റിൽ എന്താ ചെയ്തത് 1DC 1DC ആൻഡ് 2DC. 2DC എന്താണെന്ന് ഇൻക്രീസിങ് എഴുതി വെക്കുക. സംശയമുള്ളവർ കോമ ക്ലോസ് ചെയ്യുക, അല്ല ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു 12 എന്ന് എഴുതുക. എന്നിട്ട് എന്താ ഇതുണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് എഴുതുക. എത്ര സ്റ്റിച്ചാണ് 36 + 12 48 സ്റ്റിച്ച് ഉണ്ടോയെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതെപ്പോഴും ഈ ഇൻക്രീസിങ് ഉള്ളത് ഒരേ ലെവലിലായിരിക്കും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടോ, അത് തെറ്റിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് 5th റോ നോക്കാം എങ്ങനെ ചെയ്യേണ്ടത്. 5th റോ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ചെയിൻ 2 ഇടുക. 1 2 ചെയിൻ ഇട്ടു. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഇത് കൗണ്ട് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ചെയിൻ സ്റ്റിച്ചാണ്. നമ്മിട്ട് 1 നെക്സ്റ്റും കൂടി 2 1 ഡബിളാണ് ഇടുന്നത്. 3 അങ്ങനെ 3 ടൈംസ് 1 ഡബിൾ ഇട്ടിട്ട് ഇതാ ഇൻക്രീസിങ് ആണ് ഇവിടെ വരുന്നത്. 4th ഡബിളിൽ നമ്മൾ എന്താ ചെയ്യുക 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2. ഈ പാറ്റേൺ ആണ് ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് 1 1 1 3 ടൈംസ് 1DC ഇടുക, എന്നിട്ട് ഇൻക്രീസിങ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതാ 1 2 3 ടൈംസ് 1 ഡബിൾ ഇട്ടു. എന്നിട്ടിതാ ഇവിടെ ഇൻക്രീസിങ് കണ്ട, ആ ഇൻക്രീസിങ്ങിൻ്റെ 4th 2DC ഇട്ട് കൊടുക്കുക. 1 2. ഇങ്ങനെ പാറ്റേൺ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 16 സ്റ്റിച്ചസ് കിട്ടും. ഓക്കെ, കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി അഴിക്കുക, ഒന്നും കൂടി ചെയ്യുക. ഇതെൻ്റെ ലാസ്റ്റായി 1 2 3 1 ഡബിൾ ഇട്ടു. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ 2 ഡബിൾ ഇട്ട് കൊടുക്കാം. 1 ആൻഡ് 2 ടൈം ശേഷം ഇതാ ഈ 2 സ്റ്റിച്ചിൽ സെക്കൻഡ് സ്റ്റിച്ച് ഇതാണ്, അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. നമുക്കൊന്ന് സെക്കൻഡ് ലൂപ്പിലേക്ക് ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇതാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് 16 സ്റ്റിച്ചസ് കിട്ടും. ഇതുവരെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് അഡൾട്ടാണ് ഏതാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഇനിയും കൂട്ടാം. ഇൻക്രീസിങ് എങ്ങനെ കൂട്ടാമെന്ന് വെച്ചാൽ ഇപ്പോൾ 3 ടൈംസാണ് 1 ഇട്ടത്, അതുപോലെ 4 ടൈംസ് 1 ഇട്ടിട്ട് 5th ഇൻക്രീസിങ് ചെയ്ത് അങ്ങനെ ഇൻക്രീസിങ് ചെയ്തെടുക്കാം. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാറ്റേണും ഇതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നത് ഇനി നിങ്ങൾക്ക് സ്വയം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇനി 5th ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇത് എഴുതി വെക്കുക. ഇതാ R5 റോ 5 ചെയിൻ 2 എന്താ ചെയ്തത് 1DC 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 3 ടൈംസ് 1DC ചെയ്തിട്ട് 2DC ആണ് ചെയ്തത്. 2DCക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അത് ഇൻക്രീസിങ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വലിയ ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ ആണോ? വലിയ ബ്രാക്കറ്റ് ഇട്ട് ഇൻറ്റു 12 എന്ന് എഴുതുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എത്ര സ്റ്റിച്ച് കിട്ടിയേ? 16 സ്റ്റിച്ച് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ R6 to R
12 വരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. അതായത് ഓരോ സ്റ്റിച്ചിലും നമ്മൾ 1 DC വെച്ചിട്ട് ചെയ്യണം. അതായത് ചെയിൻ 2 ഇടുക, എന്നിട്ട് കോമ ഇടുക, എന്നിട്ട് 16 DC. അതായത് ഓരോ സ്റ്റിച്ചിലും 1 DC വെച്ചിട്ട് ഇട്ടതാണ്. എന്നിട്ട് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പോൾ എത്ര സ്റ്റിച്ച് ഉണ്ട്? ഓരോ ഇതിലും 16 സ്റ്റിച്ച് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, 6 മുതൽ 12 റോ വരെ എല്ലാ റോയിലും 16 സ്റ്റിച്ചേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഇൻക്രീസിങ് ഒന്നുമില്ല. മനസ്സിലായോ? അതെങ്ങനെ ചെയ്യില്ലെന്ന് കാണിച്ചു. ഇതാ നോക്കിക്കോ. 1 2 3 4 5. ഇനി 6th റോയാണ്. ഇതാ 1 2 ചെയിൻ ഇട്ടു. ഇതാ ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഇതിലിതാ 1 2 3 4 5 6. ഇതേപോലെ 16 ചെയിൻ ഉണ്ടാവും നമുക്ക്. ആ 16 ചെയിൻ എന്ന് വെച്ചാൽ 16 DC, അതായത് ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. 16 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ റോ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് നെക്സ്റ്റ് 7th റോയും ഇതേപോലെ ചെയിൻ 2 ഇടുക. ഇതേപോലെ 1 DC ഇട്ടിട്ട് ചെയ്യുക. അതുപോലെ 12 റോ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, 12 റോ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ എൻ്റെ 12 റോ കംപ്ലീറ്റ് ആയി. ഇതേപോലെ 7 റോ ഇൻക്രീസ് ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കൗണ്ട് ചെയ്താൽ നോക്കാം. 1 2 3 4 5 6 7 9 10 11 12. ഇനി 13 റോ ചെയ്യുന്നത് നോക്കിക്കോ. ഇതാ ചെയിൻ 1 ഇടുക. എന്നിട്ട് ഇതാ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റിച്ച്. ആ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതാ അതുപോലെ എല്ലാ 16 സ്റ്റിച്ചിലും ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എൻഡ് ചെയ്യുക. ഇതാ ഇതുപോലെ കംപ്ലീറ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. ഇതാ എൻ്റെ 59 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. കണ്ടോ? ഇനി ഇതാ 16th ഇടാൻ പോകുന്നു. ഇതാ 60. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. ഇതാ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേ ഇടുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേ ഇതേപോലെ ഇടുക. കുറച്ച് ടഫായിരിക്കും, അത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് ടഫ്. ആദ്യം ലൂസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 ചെയിൻ കിട്ടും. ഇതൊക്കെ കണ്ട കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. ഇതാ ഇനി കട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, കട്ട് ചെയ്യുമ്പോൾ ഇതാ ചെയിൻ 1 ഇടുക. അതിന് ശേഷം കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തു. ഇതാണ്. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് പാറ്റേൺ എങ്ങനെ ചെയ്യലെന്നൊന്നും കൂടി നോക്കാം. ലാസ്റ്റ് പാറ്റേൺ ഇതാ റോ 13 ആണ് ഇനി ചെയ്യേണ്ടത്. അതായത് ചെയിൻ 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് 16 സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ടത്. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എൻഡ് ചെയ്തു. അവിടെ എത്രയാണ്? 16 സ്റ്റിച്ചസ് ആണ്. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്താണ് ചെയിൻ 1 ഇട്ടു, കട്ട് യാണ് കട്ട് ചെയ്തു. കുറച്ച് വലിയ യാണെന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ടൈലൻഡ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയുള്ള പാറ്റേൺ നിങ്ങൾ സ്വയം എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇതുപോലെ തന്നെ നിന്നെയും ഇനി ചെയ്യുമ്പോൾ പാറ്റേൺ ഇതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് കിട്ടൽ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ കണ്ട ഈ സ്ലിപ്പ് സ്റ്റിച്ച് ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഇനി സ്ട്രെച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എൻഡ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ക്രോഷ്യ ഇടുക, അല്ലെങ്കിൽ ഈ സെയിം സ്റ്റിച്ച് തന്നെ ഇവിടെ ഇടുക. ഇവിടെ ഞാൻ എൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇനി ഇത് സ്ട്രെച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് എൻഡ് ആയത്. ഇനി ഈ ആണിനെ നമുക്ക് ഇതാ
ഇതേപോലെ താഴോട്ടേക്ക് ചെറിയ ഹുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇതിനെ മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഹുക്ക് നീഡിലുണ്ട് അത് നീഡിൽ വെച്ചിട്ട്, അതായത് ക്രോഷേ ചെയ്യുന്ന നീഡിൽ തന്നെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഈ എൻഡ് മറിച്ച് കൊടുക്കാം. ഇതേപോലെ ആക്കിയിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഹൈഡ് ചെയ്ത് കൊടുക്കും. ഇത് ചെറിയ യാണായതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. കുറച്ച് വലിങ്ങനെ യാണ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൂയിങ് നീഡിൽ വെച്ചിട്ട് തന്നെ ഇത് ഹൈഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതിപ്പോൾ ഹൈഡായി. ഓക്കെ, ഇതിപ്പോൾ ഹൈഡായി. കണ്ടോ, ഇപ്പം ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂ ബോൺ ഹാറ്റ്. കണ്ടോ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ.